മൂന്നാർ സമരത്തിന് തമിഴ് തീവ്രവാദികളുടെ സഹായം ലഭിച്ചോയെന്നും സമരത്തിന്റെ ലക്ഷ്യം പരിശോധിക്കണമെന്നുമായിരുന്നു കെ.പി. സഹദേവന്റെ പരാമർശം. കുടിവെള്ളമടക്കമുള്ള സഹായം നൽകിയതാരാണെന്ന് പരിശോധിക്കണമെന്നും സഹദേവൻ ആവശ്യപ്പെട്ടു. കൂടുതൽ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു മേഖലക്കകത്ത് അത് സ്വാഭാവികമായിട്ടും ഈ രീതിയിൽ അതിൻ്റെ അകത്ത് തമിഴ് തീവ്രവാദികൾ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് നേരത്തെ പരാമർശം വിവാദമായതോടെ കെ.പി. സഹദേവൻ പ്രസ്താവന തിരുത്തി ഖേദം പ്രകടിപ്പിച്ചു. തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ട്രേഡ് യൂണിയൻ നേതാക്കൾ പിന്മാറണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. മൂന്നാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ട്രേഡ് യൂണിയനുകൾ സ്വയം വിമർശനത്തിന് തയ്യാറാകണമെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. സഹദേവൻ തന്നെ അത്തരം തെറ്റിദ്ധാരണജനകമായിട്ടുള്ള ഒരു സംഭവം റിപ്പോർട്ട് വന്നതിൽ അദ്ദേഹം അതിൽ ഖേദം പ്രകടിപ്പിച്ചുള്ള അഭിപ്രായം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് എവിടെയും ആരും പ്രകടിപ്പിച്ചൊരു അഭിപ്രായമല്ല. അത് ആ സമരത്തെ സംബന്ധിച്ച് സമഗ്രമായിട്ട് അപഗ്രഥിക്കുകയാണ് ചെയ്യേണ്ടത്. സമരത്തിന് പിന്നിൽ തീവ്രവാദികളാണെന്ന പ്രസ്താവന തെറ്റാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവിടുത്തെ തൊഴിലാളികൾ നടത്തിയ ഒരു സമരത്തെ തമിഴ് തീവ്രവാദി ബന്ധമുണ്ട് എന്ന് ആരോപിക്കുന്ന നടപടി തികച്ചും തെറ്റാണ്, അത് അവാസ്തവമാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1.